നമസ്കാരം. പൂരം കലക്കിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വർഗീയ സംഘടനകളുടെ മനസ്സിലിരിപ്പ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. RSS നേതാവ് വത്സൻ തില്ലങ്കേരിയും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണനും തൃശൂർ പൂരം കഴിഞ്ഞ ദിവസം തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് ദേവസ്വം ജോയിന്റ് സെക്രട്ടറി P ശശിധരന്റെ മൊഴി വന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു കാണും. BJP നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കിക്കൊണ്ടുള്ള ഈ മൊഴിയോടെ അവരുടെ കൊമ്പൊടിഞ്ഞ് കിണറ്റിൽ വീണു. കഴിഞ്ഞ പൂരത്തിന് മാത്രമാണ് പതിവില്ലാതെ വത്സൻ തില്ലങ്കേരിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതെന്നും മൊഴിയിൽ ഉണ്ടായിരുന്നെന്നും കേട്ട് കാണും. വിശ്വാസത മുതലെടുത്ത് വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ സംഘശക്തികൾ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട് എന്നത് മലയാളികൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിരിക്കേണ്ട കാലമാണിത്. ഏതു വിധേനയും വോട്ട് നേടണം, അധികാരത്തിൽ എത്തണമെന്ന ലക്ഷ്യം മാത്രമേ BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കുള്ളൂ. ആ വഴിക്ക് കോൺഗ്രസ് ശ്രമിച്ചതും കണ്ടു. അപ്പോൾ ഏത് പാർട്ടിയാണ് ഈ വഴി സംസ്ഥാനത്ത് ഒരു കലാപം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് അറിയില്ലല്ലോ. ഇനി എന്തൊക്കെ വന്നാലും ശരി, വിശ്വാസത്തെ വോട്ടാക്കി മാറ്റാനുള്ള BJPയുടെ ശ്രമത്തെ അതിശക്തമായി ചെറുക്കാനുള്ള മാർഗം പ്രത്യേകമായി ആലോചിച്ച് നടപ്പാക്കുമെന്നും അതേ നാണയത്തിൽ മറുപടി നൽകാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി വരികയാണെന്നും CPM വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട V ജോയ് MLA ഇക്കാര്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. രണ്ട് കാര്യങ്ങളിൽ ഊന്നിയാണ് BJPയുടെ പ്രവർത്തനം. ഒന്ന്, വിശ്വാസത്തെ വോട്ടാക്കി മാറ്റുക, ജാതിമതങ്ങളുടെ പേരിൽ പിൻബലം വർദ്ധിപ്പിക്കുന്നത്. അടുത്തത്, അമിതമായി സമ്പത്ത്. ഇതാണ് അവരുടെ വിജയത്തിന്റെ പ്രധാന ആണിക്കല്ല്. വിശ്വാസത്തെ അവർ ഉപയോഗപ്പെടുത്തുമ്പോൾ ഞങ്ങളും അതേ നാണയത്തിൽ മറുപടി നൽകുന്ന പ്രവർത്തനങ്ങളിലേക്ക് വരികയാണെന്ന് CPM പറയുന്നു. വിശ്വാസം ആരുടെയും കുത്തകയല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന 90% ആളുകളും വിശ്വാസികളാണ്. ആ വിശ്വാസത്തെ അവർ മുതലെടുക്കുന്നത് തടയുക, വിശ്വാസികളായ ആളുകളെ കൂടെ നിർത്താൻ ആവശ്യമുള്ള കടുത്ത നിലപാട് സ്വീകരിച്ചു പോകുക എന്നുള്ളതാണ് നയം. വിശ്വാസി സമൂഹത്തെ കൂടെ നിർത്താൻ ഇടതുപക്ഷത്തിന് കഴിയും. BJP മാത്രമാണ് അതിന്റെ ചമയന്മാരെ പോലെ നിൽക്കുന്നത്. അതിനെ ചെറുക്കാൻ ഇടതുപക്ഷത്തെ പ്രവർത്തകർക്ക് സാധിക്കും. കേരളത്തിൽ BJP പല ക്ഷേത്രങ്ങളും അവരുടെ കുത്തകയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇനി അത് ഉണ്ടാകില്ല. വർഗീയ ശക്തികളുടെ പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്തുന്ന നടപടികൾ പാർട്ടി ശക്തമാക്കും. BJPയുടെ വെല്ലുവിളി തരണം ചെയ്യാനുള്ള മാർഗം പ്രത്യേകമായി പാർട്ടി ആലോചിക്കും. അഴിമതി നടത്തിയും വോട്ടർമാരെ കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരം നടപടികൾ പാർട്ടി ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല. അതിനെ CPMന്റെ വിശാലമായ സംഘടനാബലം കൊണ്ട് നേരിടുക എന്ന നിലപാടാവും പാർട്ടി സ്വീകരിക്കുക. സംഘടനാ ശേഷി വർദ്ധിപ്പിച്ച് വർഗീയതയിലൂടെ വിശ്വാസത്തെ മുതലെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് അറുതി വരുത്തുക എന്നതിലാണ് ഇടതുപക്ഷം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.